കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടിരിക്കുക. ചേച്ചി നല്ല സുന്ദരിയാണ്. ഓക്കെ, താങ്ക് യു. അർജുനൊക്കെ നമ്മുടെ സ്ഥിരം മെമ്പർമാരാണെന്ന് പറഞ്ഞു കൊടുക്ക് കേട്ടോ. മെമ്പർമാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും നമ്മുടെ മെമ്പർഷിപ്പിലെ ലൈവ് അതെന്താണ് പ്രവേശി മീഡിയ ഇങ്ങനെ പറയുന്നേ? അഴിക്കും, ചെടിയിരിക്കും. ഇന്ന് മൂടാണുള്ളത്. ചേച്ചി എൻ്റെ നൈമ് വിളിച്ച് ഒന്ന് ചുണ്ട് കടിക്കുമോ പ്ലീസ്? പൊന്നെ ഉമ്മ പ്ലീസ്. സുഹേൽ നൗഷാദേ, അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം ആയിക്കോട്ടെ. ഇന്നോട്ടല്ലേ ലൈവൊക്കെ കാണാം. താല്പര്യമുള്ളവരൊക്കെ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. കൃത്യം നമ്മൾ 1 മണിയാകുമ്പോൾ തന്നെ മെമ്പർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം നിങ്ങൾ എന്നിൽ നിന്നും എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത്? പറയൂ, ഈ സത്യസന്ധമായിട്ട് പറയൂ, ആത്മാർത്ഥയോട് പറയൂ. നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്? പറയൂ. നമിത സിയാർ പുഴുത്ത തീറി ഞാൻ പറയും കേട്ടോ. നിങ്ങൾ പറയും ഗീസ്. മെമ്പർഷിപ്പ് എങ്ങനെ എടുക്കുന്നത്? മെമ്പർഷിപ്പ് എടുക്കുന്നത് ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഏത് ചാനലിലാണോ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പം അതിൻ്റെ തൊട്ട് താഴെ ഒരു നീല ജോയിൻ ബട്ടൺ ഉണ്ട്, GOIN. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ മെമ്പർഷിപ്പും പ്രൈസും അവിടെ കാണാൻ പറ്റും. താല്പര്യമുള്ളവരൊക്കെ വേഗം എടുക്കട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം ആയിക്കോട്ടെ. വിശ്രമവേളകൾ ആനന്ദരമാക്കാനും അറമാദിക്കാനും ഒരു ഷോട്ടൊക്കെ എടുത്ത് പോകാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിന്റെ പഴുത്ത മാമ്പഴം അതാണ് കോപ്പ്. മനസ്സിലായില്ല? കോപ്പ് മനസ്സിലായില്ല. ചേച്ചിയുടെ ബിക്കിനി ലൈവ് മെന്നിലെ തേൻ നുകരാൻ ബൈ സൂപ്പറാണ്. തേൻ നുകരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്ലീസ് ചേച്ചി തേൻ കുപ്പി കാണിക്കുമോ? ഇല്ല, അതൊക്കെ നമ്മൾ 1 മണി കഴിഞ്ഞ് കാണിക്കും കേട്ടോ. ഞാൻ ഇന്ന് സാരി ലൈവും എടുക്കും. ഓക്കെ, സാരി ലൈവ് എടുക്കും, കടിച്ചു കുടിക്കാം. അപ്പോൾ താല്പര്യം ചേച്ചി പൊന്നെ എനിക്ക് മണപ്പിക്കാൻ തരുമോ? പിന്നെ അപ്പോൾ മെമ്പർമാരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്. താല്പര്യമുള്ളവരൊക്കെ വേഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് എടുക്കുക. ഇന്നിപ്പോൾ ഞാൻ വന്നത് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല. അപ്പം ഇതൊന്ന് കണ്ട്, ഇത് മാത്രമല്ല ഇതുപോലത്തെ വേറൊരു ചാനലും കൂടിയുണ്ട്. അപ്പം ഈ ഒരു ചാനലിൽ ഞാൻ നടത്തുന്ന ആളെ ഒന്നും ഞാൻ ഒരു തെറ്റൊന്നും ഞാൻ പറയുന്നില്ല. അതാളെ സൗകര്യമാണ്. പക്ഷേങ്കിൽ ആ ഒരു ലൈവിൽ കയറുന്ന ബാക്കിയുള്ള മുസ്ലിങ്ങളെ ഞാൻ പറയുന്നു, നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? നിങ്ങളിങ്ങനെ ഈ ഒരു എന്താ പറയുക അന്യ സ്ത്രീ ഇങ്ങനത്തെ ഈ ഒരു വേഷത്തിൽ വന്ന് ലൈവായിട്ട് ഇരുന്നിട്ട് അവരെ ലൈവ് 12-1 മണിക്കാ പോലും തുടങ്ങൽ. എന്ത് ലൈവാണെന്ന് എനിക്കറിയില്ല, പൈസ കൊടുത്തിട്ട് കയറുന്ന ലൈവാണ് എന്നല്ല അവരതിൽ പറയുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു ലൈവ് കാണാൻ നിങ്ങൾക്ക് നാണും മാനും ഇല്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും എന്താ പറയുക ഒരു ഹിന്ദുക്കളെ നെയ്മൊന്നും പറയുന്നില്ല. 3/4 ഭാഗം മുസ്ലിങ്ങളെ നെയ്മാണ് അതിൻ്റെ അകത്ത് അവൾ പറയുന്നത്. അവർ ചെയ്യുന്നത് അവരൊരു ജോലിയായിരിക്കാം. കാരണം പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, നാണം കെട്ട് പണിയെടുക്കുന്ന മാനത്തിന് ചിലവാക്കാനാണ്. അതിന് ഉത്തമ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ വീഡിയോ. പക്ഷേങ്കിൽ അവരെന്തോ ആയിക്കോട്ടെ, എങ്ങനെയോ ആയിക്കോട്ടെ, അതിനൊന്നും നമുക്കൊരു കുറ്റം പറയുന്നില്ല. അത് ഓരോരാളെ ജോബ്, അത് ഓരോരാളെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കലാണ്. പക്ഷേങ്കിൽ അത് കാണുന്ന ആൾക്കാർക്ക് എന്താ പറയുക ഒരു നാണുമാനും ഇല്ലേന്ന് ഞാൻ ചോദിക്കുന്നില്ല. പല എന്താ പറയുക കമൻസും അതിൽ വരുന്നുണ്ട്. അതിനുള്ള ഓരോ കമൻസും അതിനുള്ള മറുപടിയൊക്കെ നിങ്ങൾ കേട്ടില്ലേ. അപ്പം ഇതിനേക്കാളും വൃത്തികെട്ടതെല്ലാം ചില സമയത്ത് കേൾക്കലുണ്ട്. അന്നേരം പറയും നിങ്ങൾ ആ ചാനൽ നോക്കുന്നുണ്ടോ? ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു ചാനലാണ്. അപ്പോൾ അതിനൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നി അങ്ങനെ പ്രതികരിച്ചതാണ്. അപ്പോൾ ഞാൻ ഇനിയും പറയുന്നു, ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. അത് അവരൊരു ജോബ് എന്നാൽ അവർ കണക്കൂട്ടി. കാരണം എന്തും വൃത്തികേടും കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പം അതിൽ എന്തിനാ ഈ നല്ലവരായ ജനങ്ങൾ പോയിട്ട് വീണിട്ട് ഇങ്ങനെ മോശം രീതിയിലേക്ക് ആ ഒരു ഇത് കാണുന്നതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അത് പറയാൻ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അവകാശത്തിൻ്റെ മേലെ ഞാൻ പറയുന്നതാണ്. നമുക്കെന്തും കണ്ടാൽ പ്രതികരിക്കാനുള്ളൊരു ഇതല്ല. ആരെ അടക്കാനും ഇതാക്കാനൊന്നുമുള്ള അധികാരമൊന്നും നമുക്കില്ല. പക്ഷെ എന്നാലത് കണ്ടാൽ ഒന്ന് പ്രതികരിക്കേണ്ട അവകാശം നമുക്ക് ഓരോരുത്തർക്കും